UAE-യിൽ കാലാവസ്ഥാ വ്യതിയാനം. ദുബൈയുടെ പല ഭാഗങ്ങളിലും ശക്തമായ പൊടിക്കാറ്റ്. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:30 ശക്തമായ പൊടിക്കാറ്റാണ് അനുഭവപ്പെട്ടത്. അബുദാബിയിലും പലയിടങ്ങളിലും പൊടിക്കാറ്റുണ്ട്. പല റോഡുകളിലും ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പൊടി അലർജിയുള്ളവർ വീടിനുള്ളിൽ തന്നെ തുടരണമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിർദ്ദേശം. വരും ദിവസങ്ങളിൽ ചൂട് കുറയാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുണ്ട്. സൗദി അറേബ്യയിലെ പ്രതികൂല കാലാവസ്ഥ. അബുദാബിയിൽ നിന്ന് റിയാദിലേക്കുള്ള ഇത്തിഹാദ് എയർവേസിന്റെ വിമാനം ബഹ്റൈനിലേക്ക് തിരിച്ചുവിട്ടു. ഇത്തിഹാദ് എയർവേസിന്റെ മറ്റൊരു വിമാനം അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴി തിരിച്ചുവിട്ടതായും റിപ്പോർട്ടുണ്ട്. ജസാൻ, അസീർ, അൽബഹ, മക്ക മേഖലകളിൽ ആലിപ്പഴ വർഷവും പൊടിപടലങ്ങൾ നിറഞ്ഞ കാറ്റും മിതമായതോ കനത്തതോ ആയ മഴയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. റിയാദ്, ഖാസിം, ഹായിൽ, കിഴക്കൻ വടക്കൻ അതിർത്തികൾ, അൽജൌഫ് മേഖലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ സൗദിയുടെ പല ഭാഗങ്ങളിലും കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനം. ദുബൈയിലെ 80 നിലകളുള്ള ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടൽ ആൻഡ് ടവറിന്റെ വിൽപ്പന ആരംഭിച്ചു. ഇതുകൂടാതെ അബുദാബിയിലും ട്രംപ് ടവർ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായാണ് നടക്കുന്നത്. ഇതിന്റെ പ്രഖ്യാപനം ട്രംപിന്റെ UAE സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. ട്രംപ് ബ്രാൻഡഡ് പ്രോജക്ട് UAEയുടെ തലസ്ഥാനമായ അബുദാബിയിലാണോ അതോ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലാണോ ആദ്യം ആരംഭിക്കുന്നത് എന്നതിനെക്കുറിച്ചും ചർച്ചകൾ സജീവമാണ്. അബുദാബിയിലെ മുസഫയിൽ തീപിടുത്തം. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. അബുദാബി സിവിൽ ഡിഫൻസ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കുവൈറ്റ് നാഷണൽ ഓയിൽ റിഫൈനറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം. മലപ്പുറം BP അങ്ങാടി സ്വദേശി അമ്പാട്ട് സുബ്രഹ്മണ്യന്റെ മകൻ പ്രകാശൻ ആണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിക്ക് കീഴിലുള്ള കോൺട്രാക്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. അപകടത്തിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 19 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനം ഇന്നും സാധ്യമായില്ല. കേസ് ഡയറി പരിശോധിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് റിയാദ് ക്രിമിനൽ കോടതി 12ാം തവണയും വിധി മാറ്റിവെച്ചു. ദിയാദനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയതോടെ കോടതി 9 മാസം മുമ്പ് വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പാവാത്തതാണ് ജയിൽ മോചനം ഇനിയും അനന്തമായി നീളാൻ ഇടയാക്കുന്നത്. പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ താജ്വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ 2 സ്റ്റോറുകൾ ദുബൈയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷനിലും അൽബർഷ ലുലുവിലുമാണ് പുതിയ ജ്വല്ലറികൾ പ്രവർത്തനം ആരംഭിച്ചത്. പ്രശസ്ത ബോളിവുഡ് താരം ശ്രേയ സരൺ ഉദ്ഘാടനം ചെയ്തു. തുറന്നു നടന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ശ്രേയ സരൺ എന്ന പരിപാടിയിലും ശ്രേയ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ പരിപാടികളും അരങ്ങേറി. പാലക്കാട് സ്വദേശി കുവൈത്തിൽ അന്തരിച്ചു. കുവൈറ്റിലെ റെസ്റ്റോറന്റ് ജീവനക്കാരനായിരുന്ന കടമ്പഴിപ്പുറം ആമ്പലൂർക്കുളം വീട്ടിൽ രാഹുൽ ആണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. പ്രമേഹത്തെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് പോകാനിരിക്കവെയാണ് അന്ത്യം സംഭവിച്ചത്. കുവൈത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സ് ദമ്പതികളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. കണ്ണൂർ നടുവിൽ മണ്ഡലത്തെ കുഴിയാത്ത് സൂരജ്, ഭാര്യ എറണാകുളം കോരഞ്ചേരി കട്ടക്കയം ബിൻസി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കുവൈത്തിലെ സബ ആശുപത്രിയിൽ ഇന്ന് പൊതുദർശനത്തിന് വെച്ച ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയത്. മണ്ഡലം സെന്റ് ജൂഡ് പള്ളിയിൽ നാളെ സംസ്കരിക്കും. കണ്ണൂർ ജില്ലയിലെ തൊടിക്കളം ക്ഷേത്രത്തെക്കുറിച്ച് KN സുനിൽകുമാറിന്റെ രചനയിൽ മധു ബാലകൃഷ്ണൻ സംഗീതം നൽകി ആലപിച്ച കൂവളത്തിൻമാല എന്ന ഭക്തിഗാന CD മലബാർ പ്രവാസി കൂട്ടായ്മയുടെ രക്ഷാധികാരികളായ മോഹൻ S. വെങ്കിട്ട്, ജമീൽ ലത്തീഫ്, പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസീസ് തോളേരി, ജനറൽ സെക്രട്ടറി ശങ്കർ, ട്രഷറർ ചന്ദ്രൻ, യാസർ ഹമീദ്, മൊയ്തു കുറ്റ്യാടി, ഹാരിസ് കോസ്മോസ്, ഷൈജു അമ്മാനപ്പാറ തുടങ്ങിയവർ ചേർന്ന് പ്രകാശനം ചെയ്തു. കൊല്ലം ജില്ലാ പ്രവാസി സമാജത്തിന്റെ വനിതാ വിഭാഗം സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടി ഹാജറാബി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ഷിബിലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അൽഷംസ് മെഡിക്കൽസ് മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ, കൊല്ലം ജില്ലാ പ്രവാസി സമാജം പ്രസിഡന്റ് അഹമ്മദ് ഷിബിലി,
ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മുദ്ദീൻ, ട്രഷറർ ജെർമിയാസ് യേശുദാസ്, രക്ഷാധികാരി എം ഷാഹുൽ ഹമീദ്, വനിതാ വിംഗ് സെക്രട്ടറി ലിജി അൻസാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സജി ഷംസുദ്ദീൻ, ഡോക്ടർ ബിൻഷാദ് അമീർ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. വനിതാ വിംഗ് സെക്രട്ടറി ലിജി അൻസാർ സ്വാഗതവും ട്രഷറർ സൂഫി അനസ് നന്ദിയും പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ സൗജന്യ പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധനയും വിവിധ കലാപരിപാടികളും അരങ്ങേറി.